ലൈംഗിക പീഡന കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചെങ്കിലും എം മുകേഷ് MLA-ക്കും ഇടവേള ബാബുവിനുമെതിരെ നിയമ നടപടി തുടരാൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനമെടുത്തിട്ടുണ്ട്. ഇരുവരുടെയും അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തും എന്ന വിവരം ഇപ്പോൾ വരുന്നുണ്ട്. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഷഫീദ്, ഇന്നലെ ഇരുവർക്കും ജാമ്യം കൊടുത്തിരുന്നു. ഉപാധികളോടെയാണ് ജാമ്യം. അന്വേഷണവുമായി സഹകരിക്കണം എന്നതടക്കമുള്ള വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇവര് ഈ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടാൽ ഹാജരാകണം എന്നത് ഈ ജാമ്യാപേക്ഷയുടെ മുൻകൂർ ജാമ്യാപേക്ഷയുടെ ഉപാധിയുടെ ഭാഗമാണ്. എന്താണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം? ഇതിനെതിരെ എന്തെങ്കിലും തുടർ നിയമ നടപടിക്ക് ഒരുങ്ങുന്നുണ്ടോ, അതോ ഇതനുസരിച്ച് അന്വേഷണ സംഘം മുന്നോട്ട് പോകുമോ? എന്തൊക്കെയാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഷഫീദ്? വിജയകുമാർ, ഈ മുൻകൂർ ജാമ്യം ലഭിച്ചെങ്കിലും നിയമ നടപടികൾ തുടരാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന നിർദ്ദേശവും അവരുടെ നീക്കവും. മുകേഷിനും ഇടവേള ബാബുവിനുമെതിരെ നിയമ നടപടി തുടരണം എന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനുള്ള കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കും. അതിൽ ലൈംഗിക ശേഷി പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇരുവരും വിധേയമാകണം. ഇത്തരം പരിശോധനകൾക്ക് വേണ്ടി അപേക്ഷ നൽകാൻ ഇപ്പോൾ അന്വേഷണ സംഘം ഇവർക്ക് നോട്ടീസ് നൽകാൻ അന്വേഷണ സംഘം ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റ് തെളിവ് ശേഖരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും തുടരുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം അറിയിക്കുന്നത്. വിജയകുമാർ. ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഈ വാർത്താ പകലിൽ ചർച്ചയാകാൻ പോകുന്ന പ്രധാനപ്പെട്ട വാർത്തയാണത്. എം മുകേഷ് MLA-യും അതുപോലെ തന്നെ ഇടവേള ബാബു ഇവർക്കൊക്കെ എതിരെ ഉള്ള നടപടികളുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണ് എന്ന വിവരമുണ്ട്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്പസമയത്തിനകം യോഗം ചേരാൻ പോകുന്നുണ്ട്. അതും ഇന്നത്തെ ഈ വാർത്താ പകലിനെ സജീവമാക്കും. വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തകൾ നമ്മൾ അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ PV അൻവറിന്റെ ആരോപണങ്ങളിൽ എന്ത് നടപടി, എന്ത് ചർച്ചകൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നടക്കണമെന്നാണ് നമ്മൾ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുമോ എന്നാണ് പരിശോധിക്കുന്നത്.